ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ സിമ്പിൾ കണ്ടീഷൻ, ഇമാജിനറി കണ്ടീഷൻ, ഇത് നമ്മൾ കാണാൻ പോകുന്നത് മൂന്നാമത്തെ കണ്ടീഷനാണ്. കണ്ടീഷണൽ സെൻറ്റൻസസ്, അത് ഇമ്പോസിബിൾ കണ്ടീഷൻസ് അല്ലെങ്കിൽ കൗണ്ടർ ഫാക്ച്വൽ എന്ന് വെച്ചാൽ ഫാക്റ്റേ ഇല്ല അതിനകത്ത് യാതൊരു നടക്കുന്നില്ല. അതാണ് ഒരിക്കലും നടക്കാത്ത ചില സ്വപ്നങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് മൂന്നാമത്തെ കണ്ടീഷൻസ്. അപ്പം അതിൻ്റെ ടെൻസ് സീക്വൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ്, മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ, if I had possessed, no, past perfect. If I had possessed a huge amount of money, I would have given it for charity. Had possessed, if closely, past perfect. Would have given, മൂന്ന് പീസ് ഉണ്ട് ടെൻസിനകത്ത്. ടെൻസ് ഫോമിനകത്ത് മൂന്ന് പീസാണ്, മൂന്ന് മെമ്പേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മൂന്ന് കഷണങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. വുഡ് ഹാവ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതാണ്. അപ്പം ഇത് സംഭവിക്കാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് അതിന് ഇമ്പോസിബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, പിന്നെ എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ? അതൊരു രസമല്ലേ ഇങ്ങനെ ഓർക്കാനൊരു രസമില്ലേ? അത്രയേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ മനസ്സിനൊരു സുഖം കിട്ടാൻ വേണ്ടി. ഓക്കെ, റൈറ്റ്. സോ ഹിയർ ബിഗിൻസ്. Look at these sentences and also the tense sequences. If I had studied well, I would have passed in flying colors. കണ്ടോ? If I had studied well, ഞാൻ തോറ്റുപോയി, അതാണ് ഫാക്ട്. So if I had studied well, ഞാൻ പഠിച്ചില്ല, I would have passed in flying colors. സംഭവിച്ചില്ല, ഞാൻ പഠിച്ചുമില്ല, അത് സംഭവിച്ചുമില്ല. മനസ്സിലായി? പക്ഷേ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് എന്ന് വേണേൽ പറയാം, അല്ലേ? ഒരു സുഖം. ഇനി രണ്ടാമത്തെ സെൻറ്റൻസ് ഉണ്ടോ? ഇഫ് ഐ ഹാഡ് പ്രാക്ടീസ്ഡ് ഡെയിലി, ഐ വുഡ് ഹാവ് ബിക്കം എ ഗ്രേറ്റ് ഒറേറ്റർ. കണ്ടോ? ഹാഡ് പ്രാക്ടീസ്ഡ് പാസ്റ്റ് പെർഫെക്റ്റ്, would have plus past participle, would have become a great orator. മൂന്നാമത്തെ, if we had planned earlier, we would have won the game. Had planned, past perfect, would have won, would have plus past participle. He would have become, തിരിച്ചിടുകയാണ്, മെയിൻ ക്ലോസ് ആദ്യം. He would have become a king if his parents had prayed for it. മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ആൻഡ് ഇഫ് ക്ലോസിൽ എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ്. അത് ഇൻ ബിറ്റ്വീൻ അവിടെ ഒരു കോമ ഇല്ല. കാരണം ഇത് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മെയിൻ ക്ലോസിലാണ്. അടുത്തത്, ഷീ വുഡ് ഹാവ് ക്രോസ്ഡ് ദി ഇംഗ്ലീഷ് ചാനൽ ഇഫ് ഷീ ഹാഡ് ട്രൈഡ്. ഷീ വുഡ് ഹാവ് ക്രോസ്ഡ്, വുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ആൻഡ് if close not, she had tried, past perfect. You would have got a chance in the films if you had met the right director. So would have got, not really, would have plus past participle, if close had met past perfect. അപ്പം ഇതാണ് അതിൻ്റെ ഓർഡർ. മനസ്സിലായോ? സെൻറ്റൻസിന് ക്ലിയർ ആയില്ലേ? അപ്പം അല്ല കൗണ്ടർ ഫാക്ച്വൽ കുറച്ചുകൂടി നന്നായിട്ട് പറയുകയാണ്. കൗണ്ടർ എന്ന് പറഞ്ഞാൽ എഗൻസ്റ്റ്, ഫാക്റ്റിന് എഗൻസ്റ്റ് ആയിട്ടുള്ള. ഇഫ് ഷീ വുഡ് ഹാവ് ക്രോസ്ഡ് ദി ഇംഗ്ലീഷ് ചാനൽ ഇഫ് ഷീ ഹാഡ് ട്രൈഡ്. ഇംഗ്ലീഷ് ചാനൽ ക്രോസ് ചെയ്യാമായിരുന്നു, പക്ഷേ ഷീ ഡിഡ് നോട്ട് ട്രൈ, ഷീ ഡിഡ് നോട്ട്. രണ്ട് സംഭവിച്ചില്ല എന്നുള്ളതാണ്. ക്ലിയർ ആയില്ലേ? അപ്പം ആദ്യത്തെ സിമ്പിൾ കണ്ടീഷനാണ്. അതിനകത്ത് ഇഫ് ഹി കംസ് ഐ വിൽ ഗോ. രണ്ടാമത്, ഇഫ് ഹി ഹാഡ്, രണ്ടാമത്തേനകത്ത് തന്നെ നമ്മൾ പറഞ്ഞു തന്നെ, ഇഫ് ഹി കെയിം ഐ വുഡ് ഗോ.
If he came, simple past, then would plus verb. അപ്പോൾ ആദ്യത്തേനകത്ത് if he comes, I will go. If he came, I would go. If he had come, I would have gone. മനസ്സിലായോ? അങ്ങനെയാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. അതിൻ്റെ ആ പരിണാമം സിമ്പിൾ കണ്ടീഷൻ ആണെങ്കിൽ if he comes, I will go. രണ്ടാമത് ഇമാജിനറി if he came, I would go. മൂന്നാമത് if he had come, I would have gone. Bye.